അഡോബി ഫോട്ടോഷോപ്പ് ടൂൾസിലെ സെക്കൻഡ് ടോപ്പിക് മാർക്യൂ ടൂൾ. നമ്മുടെ നെക്സ്റ്റ് ടൂള് എന്ന് പറയുന്നത് മാർക്യൂ ടൂൾ ആണ്. മാർക്യൂ ടൂൾ എന്നുള്ളത് നമ്മുടെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സെലക്ഷൻ ടൂൾ. മാർക്യൂ ടൂളിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് 4 ഡിഫറെന്റ് ടൂൾസ് വരുന്നുണ്ട്. അതിൽ ഡീഫോൾട്ട് ആയിട്ട് കിടക്കുന്നത് റെക്ടാങ്കുലർ മാർക്യൂ ടൂൾ ആണ്. മാർക്യൂ ടൂളിന്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് എം ആണ്. അതായത് നമ്മൾ കീബോർഡിൽ എം അടിച്ചു കഴിഞ്ഞാൽ മാർക്യൂ ടൂള് ഓപ്പൺ ആയിട്ട് വരും. ഇതെന്തിനാ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജിൽ ഒരു പർട്ടിക്കുലർ പോർഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ടൂൾ എടുത്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും പോർഷൻ സെലക്ട് ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് ഡിലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് ഡിലീറ്റ് ആയിട്ട് പോയി. ഇപ്പോൾ നമ്മൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ പാറ്റേണിന്റെ അർത്ഥം, അതായത് ഇതിന് ബാക്ക്ഗ്രൗണ്ടിൽ കളർ ഒന്നുമില്ല, ട്രാൻസ്പെറന്റ് ആണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഫോട്ടോഷോപ്പിൽ ട്രാൻസ്പെറന്റ് എന്നുള്ളതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ മാർക്യൂ ടൂൾ വെച്ചിട്ട് ആ സെലക്ഷന്റെ പുറത്ത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സെലക്ഷൻ ഡീസെലക്ട് ആകും. അപ്പോൾ ഇത്രയും പോർഷൻ നമ്മുടെ ഇമേജിൽ നിന്ന് പോയല്ലോ, നമുക്കത് തിരിച്ചു കൊണ്ടുവരാൻ തൽക്കാലം അതിന് വേണ്ടിയിട്ട് നമ്മൾ അൺഡു ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഡീസെലക്ട് ചെയ്ത് അൺഡു ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഈ ക്ലിയർ ചെയ്തത്, അതായത് ഡിലീറ്റ് ചെയ്തത് അൺഡു ചെയ്യാണ്. കൺട്രോൾ ഇസഡ് എന്ന കീസ് ഞെക്കിയാണ് നമ്മൾ സാധാരണ അൺഡു ചെയ്യുന്നത്. ലേറ്റസ്റ്റ് വെർഷൻ ഓഫ് ഫോട്ടോഷോപ്പിൽ കൺട്രോൾ ഇസഡ് അടിച്ചു കഴിഞ്ഞാൽ എത്ര തവണ വേണമെങ്കിലും നമുക്ക് അൺഡു ചെയ്തു പോകാം. പക്ഷേ CS6 കൺട്രോൾ ഇസഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് സ്റ്റേറ്റ് മാത്രമേ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അത് ടൂകൾ ചെയ്തുകൊണ്ടിരിക്കും, അതായത് വന്നും പൊക്കൊണ്ടിരിക്കും. അപ്പോൾ അഡോബി CS6 നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അൺഡു അടിച്ചു പോകണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ അല്ലെങ്കിൽ കമാൻഡ് ഓൾട്ട് ഇസഡ് അടിക്കേണ്ടി വരും. അതേപോലെ തന്നെ നമുക്ക് അൺഡു ചെയ്ത ചേഞ്ച് തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിന് എഡിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ റീഡു ആണ് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മൾക്ക് ഒന്നുകൂടെ എം ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ ഇവിടെ വന്ന് ടൂൾ ബാറിൽ നിന്ന് മാർക്യൂ ടൂൾ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് മാർക്യൂ ടൂളിൽ വരുന്ന ബാക്കി ടൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഒരു ടൂളിന്റെ ഐക്കണിന്റെ മുകളിൽ നമ്മുടെ മൗസ് കൊണ്ടുവച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ആ ടൂൾസിൽ വരുന്ന ബാക്കി ടൂൾസ് കാണാനായിട്ട് സാധിക്കുന്നത്. റെക്ടാങ്കുലറിന് ശേഷം മാർക്യൂ ടൂളിന്റെ സബ്സെറ്റിൽ വരുന്ന അടുത്ത ടൂളാണ് എലിപ്സിസ് മാർക്യൂ ടൂൾ. പേര് പോലെ തന്നെ റെക്ടാങ്കുലർ ഷേപ്പിന് പകരം എലിപ്സിസ് അല്ലെങ്കിൽ സർക്കുലർ ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എലിപ്റ്റിക്കൽ മാർക്യൂ ടൂൾ യൂസ് ചെയ്യുന്നത്. ഈ ടൂളിനും നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സിമിലർ ആണ്. ഉണ്ടാകുന്ന ഷേപ്പ് റെക്ടാങ്കുലറിന് പകരം എലിപ്സിസ് ആയിരിക്കുന്നു മാത്രം. ഇതിൽ നമുക്ക് ഫിക്സഡ് റേഷ്യോയിൽ സെലക്ഷൻ ക്രിയേറ്റ് ചെയ്യാം, ഫിക്സഡ് സൈസ് കൊടുക്കാം. അതേപോലെ തന്നെ ഓൾട്ട് ഷിഫ്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് അഡീഷനും സബ്ട്രാക്ഷനും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് മാർക്യൂ ടൂളാണ് സിംഗിൾ റോ മാർക്യൂ ടൂൾ. അതായത് നമുക്ക് എക്സ് ആക്സിസിൽ ഒരു ലൈൻ മാത്രമായിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിംഗിൾ റോ മാർക്യൂ ടൂൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ വൈ ആക്സിസിൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിംഗിൾ കോളം മാർക്യൂ ടൂൾ യൂസ് ചെയ്യുന്നത്, അതായത് വെർട്ടിക്കലി. ഈ 2 മോഡിലും നമുക്ക് സെലക്ഷൻ മോഡ് മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിലും സെലക്ഷൻ സ്റ്റൈൽ മാറ്റാനായിട്ട് സാധിക്കില്ല. അതായത് ഹൈറ്റും വിഡ്ത്തും ഒന്നും നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. ഇവിടെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ആ ഒരൊറ്റ ലൈൻ എന്നുള്ള രീതിയിൽ ഡിലീറ്റ് ആയി പോകുള്ളൂ.